2029 താമര ചിഹ്നത്തിൽ ജയിക്കുന്ന ആൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകുമെന്ന് പി.സി. ജോർജ്. തദ്ദേശ തിരഞ്ഞെടുപ്പ് പ്രചരണം അവസാന ലാപ്പിലേക്ക് എത്തിയിട്ടും എന്തുകൊണ്ടാണ് പി.സി. ജോർജിന്റെ പ്രതികരണങ്ങളൊന്നും ഇത്തവണ ഉണ്ടാകാതിരുന്നതെന്ന് ചിന്തിച്ചിരിക്കുമ്പോഴാണ് ഇന്നലെ അദ്ദേഹത്തിന്റെ പ്രതികരണം വന്നത്. കുറച്ചുനാളായി ഒന്നും പറയാതിരുന്നത് ബോംബ് പൊട്ടിക്കാനായിരുന്നുവെന്ന് മനസ്സിലായത് ഇന്നലെയാണ്. ഇടവേളയ്ക്ക് ശേഷം വാതുറന്നപ്പോൾ എല്ലാവർക്കും കണക്കിന് കൊടുത്തിട്ടാണ് പി.സി. പോയത്. 2029 താമര ചിഹ്നത്തിൽ ജയിക്കുന്ന ആൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകുമെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ബി.ജെ.പി. നേതാവ് പി.സി. ജോർജ് തുടങ്ങിയത്. പൂഞ്ഞാർ, പാല ഉൾപ്പെടെ 40 മണ്ഡലങ്ങളിൽ ബി.ജെ.പി. ജയിക്കുമെന്നാണ് പൂഞ്ഞാർ, കാഞ്ഞിരപ്പള്ളി മണ്ഡലങ്ങളുടെ ചുമതലയുള്ള പി.സി. പറയുന്നത്. വൈദികനല്ല, അച്ഛനായാലും തെറ്റ് പറഞ്ഞാൽ പറയുമെന്നും അദ്ദേഹം പറഞ്ഞു. മധ്യ തിരുവിതാംകൂറിൽ ഒന്നാമത്തെ പാർട്ടി ബി.ജെ.പി. ആകുമെന്നും പി.സി. പറയുന്നു. കേരള കോൺഗ്രസ് പിരിച്ചുവിടണമെന്നും കേരള കോൺഗ്രസുകാർ ബി.ജെ.പിയിലേക്ക് വരണമെന്നും പി.സി. ആഹ്വാനം ചെയ്തു. ക്രിസ്ത്യാനിക്ക് എന്ത് കിട്ടിയെന്ന് അവർ പറയണം. കെ.എം. മാണിയും പി.ജെ. ജോസഫുമെല്ലാം അതീവ സമ്പന്നരായി. ഇവർ കാരണം ക്രിസ്ത്യൻ സമൂഹത്തിന്റെ സ്വാധീനം കേരളത്തിൽ കുറഞ്ഞെന്നും ജോർജ് അച്ചായൻ കമന്റ് ചെയ്തു. എന്നാൽ ബി.ജെ.പി. സ്ഥാനാർത്ഥി പട്ടികയിൽ നിരവധി ക്രിസ്ത്യാനി സ്ഥാനാർത്ഥികൾ ഇടം പിടിച്ചുവെന്ന കണ്ടെത്തലും പി.സി. പുറത്തുവിട്ടു. കോട്ടയത്ത് 10-ൽ കൂടുതൽ പഞ്ചായത്ത് ബി.ജെ.പി. പിടിക്കുമെന്നും 4-ൽ കൂടുതൽ മെമ്പർമാർ കോട്ടയം ജില്ലാ പഞ്ചായത്തിൽ ഉണ്ടാകുമെന്നും പി.സി. അവകാശവാദമുയർത്തി. കേരളത്തിൽ സൗജന്യ റേഷൻ കൊടുക്കുന്നത് നരേന്ദ്രമോദിയാണെന്ന സത്യം മറച്ചുവെക്കാതെ പി.സി. തുറന്നുകാട്ടുകയും ചെയ്തു. ഇവിടെയും തീർന്നില്ല അച്ചായന്റെ കണ്ടെത്തലുകൾ. മുസ്ലിം സമുദായം ഭാരതത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വലിയ സംഭാവന ചെയ്ത സമുദായമാണെന്നും മുസ്ലിങ്ങളെ എല്ലാവരും കൂടി കുറ്റപ്പെടുത്തരുതെന്നും പി.സി. ആവശ്യപ്പെട്ടു. പക്ഷേ മുസ്ലിം സമുദായത്തിൽ ചില കുഴപ്പക്കാരുണ്ടെന്നും അവരെ ഒറ്റപ്പെടുത്താൻ ആ സമൂഹം തയ്യാറാകാത്തതാണ് പ്രശ്നമെന്നുമുള്ള സത്യം പി.സി. വെളിപ്പെടുത്തി. SDP-യെ നിരോധിക്കാൻ തയ്യാറാകണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. തുടക്കത്തിൽ അവരുടേത് നല്ല പ്രവർത്തനമായിരുന്നെന്ന ഓർമ്മപ്പെടുത്തലുമുണ്ടായി. രാഹുൽ മാങ്കൂട്ടത്തിന്റെ നെഞ്ചത്ത് കയറിയാണ് പി.സി. ചരിതം അവസാനിച്ചത്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ചെവിക്കല്ലിന് അടികൊടുത്ത് മാനസിക രോഗാശുപത്രിയിലാക്കണമെന്നായിരുന്നു പി.സി. തന്റെ മാന്യമായ ശൈലിയിൽ അവതരിപ്പിച്ചത്. നല്ല ചെറുക്കനാണ്, പക്ഷേ അസുഖമായി പോയി, ആശുപത്രിയിൽ കിടന്നാൽ നന്നാകുമെന്നും പി.സി. ജോർജ് കൂട്ടിച്ചേർത്തു. ഈരാറ്റുപേട്ടയ്ക്ക് നാണക്കേടുണ്ടാക്കുന്ന ഒന്നും ഞാൻ പറയില്ലെന്ന് പറഞ്ഞുകൊണ്ട് പി.സി. അവസാനിപ്പിച്ചു. കുറച്ച് കടന്ന കൈയാണെങ്കിലും അതങ്ങ് സമ്മതിച്ചു കൊടുക്കുന്നതാണ് ഭാവിക്ക് നല്ലതെന്നേ 140 ന്യൂസ് പൊളിറ്റിക്സിന് പറയാനുള്ളൂ.